പുതിയ വീട്ടിൽ ആദ്യത്തെ ഉറക്ക് കഴിഞ്ഞ് എണീറ്റതാ. പിന്നെ 3 മണിക്ക് എഴുന്നേറ്റക്ക് പത്തിരി ചായയൊക്കെ ഞാനല്ല കേട്ടോ ഉണ്ടാക്കി, ഉമ്മയൊക്കെ ഉണ്ടാക്കി. അങ്ങനെ അവിടെ ഇങ്ങോട്ട് ഞാൻ 6 മണിയായി കിട്ടോ അങ്ങോട്ട് വരുമ്പോൾ. അപ്പോൾ വാപ്പയും വാപ്പൻ്റെ പെങ്ങളുടെ മക്കളും മരുമക്കളും എല്ലാവരും കൂടിയിട്ട് മൗലൂദ് ഓതി. നിസ്കരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. നിസ്കാരം കഴിഞ്ഞ് മൗലൂദ് ഓതി. അപ്പോൾ ഞാനതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എത്തിയത്. പിന്നെ ഉമ്മ വന്ന് നിസ്കരിച്ചു, പാല് കാച്ചി. അങ്ങനെയാണ്. പിന്നെ ഫസ്റ്റ് ഉറക്ക് 3 മണിക്ക് 12 മണിക്ക് ഞാൻ ഉണ്ടാക്കിയിട്ട് അത് കഴിഞ്ഞ് 3 മണിക്ക് എഴുന്നേറ്റ്. അപ്പം എല്ലാവരും ഓരോ ഉറക്കമായിരുന്നു. എൻ്റെ തൊട്ടടുത്ത് മോള് കിടക്കുന്നുണ്ടായി. ഇവിടെ പണി കഴിഞ്ഞിട്ടില്ല ഗൈസ്, കുറച്ച് പണികളിടുണ്ട്. വയറിങ്ങും കുറച്ച് കഴിയാനുണ്ട്, പെയിൻറ്റ് പണിയും കുറച്ച് കഴിയാനുണ്ട്. ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞതാട്ടോ. നമ്മൾ ഇൻറ്റീരിയൽ വർക്ക് മാത്രം ചെയ്തിട്ടില്ല, ബാക്കിയെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് കണ്ണൻ്റെ അനുഗ്രഹത്തിൽ ഫസ്റ്റ് എന്താ പറയുക, ഓരോ ഉറക്ക് നല്ല സുഖകരമായിട്ട് ഇറങ്ങി. അപ്പം അങ്ങനെയാണ്. പിന്നെന്തുവാ പറയാനുള്ളത്, കുറച്ച് ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവരൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. കണ്ണൻ അനുഗ്രഹിച്ചതാണോ ശപിച്ചതാണോ എന്നുള്ളത് ഇപ്പോൾ പലർക്കും മനസ്സിലായി കാണും. അങ്ങനെ അപ്പം അങ്ങനെയാണ് സംഭവം. ഇവിടെ നല്ല മഴ എന്ന് വെച്ചാൽ വലിയ മഴയൊന്നുമില്ല. കുപ്പികളൊക്കെ ഇട്ട് കശുമതായിരുന്നു. ബെഡ് എടുക്കത്ത് താഴെട്ട് തന്നതിന് എന്തായാലും ഞാൻ വിശദമായിട്ട് ഡീറ്റെയിലായിട്ട് വീട് കാണിച്ചു തരാം. വൈകുന്നേരം ആവേണ്ടി വരും. വയറിങ്ങുകാരാണ് അവർ. പലയിടത്തും പവറില്ല, പവർ വലിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അതിന് കുറേ അതിൻ്റെ ഉള്ളിൽ കൂടെ ഉറക്കിൻ്റെ ഉള്ളിൽ കൂടെ വയറിങ് ചെയ്യുന്ന ഇക്ക വന്ന് കുറേ ഉപ്പൊക്കെ അടിച്ചു പോയി. ഉറക്കണ്ണിൽ ഞാൻ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കും. അപ്പം അങ്ങനെയാണ്. മഴ തോർന്നൂടാ. അങ്ങനെയാണ് ഗൈസ്. എനിക്ക് ചായക്ക് കൂട്ടാൻ കപ്പ് കേക്ക് കൊണ്ടു തന്നതാണ്. കട്ടൻ ചായ, പൊറാട്ടയും പത്തിരിയും തേങ്ങരച്ച കോഴിക്കറിയും ചിക്കൻ പൊരിച്ചതും അതായിരുന്നു രാവിലെ ഉള്ളത്. അത് കഴിച്ചതിന് ശേഷം നല്ല സുഖകരമായിട്ട് ഉറങ്ങി. എന്നതിന് ശേഷം ചുരിദാർ അടിപൊളിയല്ലേ. എൻ്റെ ഭർത്താവ് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്തെന്നറിയോ, അന്ന് ഒരു ലിപ്സ്റ്റിക് ഇടാതെ സോഷ്യൽ മീഡിയയിൽ വരരുത്. തിരിഞ്ഞിരിക്കും. ഒരു കാര്യം പറയാനുണ്ട്, ഞാൻ ഷോർട്ട് വീഡിയോ ആയിരിക്കും. ഞാൻ ഒരു കാര്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്കിനി തൊട്ട് മതമില്ല എന്നുള്ളത്. എനിക്കേ മതമില്ലാത്തുള്ളൂ കേട്ടോ, അത് ഞാൻ പറഞ്ഞിട്ട്. എൻ്റെ മാതാപിതാക്കൾ അവരുടെ വിശ്വാസമൊക്കെ കഴിഞ്ഞോട്ടെ. അത് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ചിരിക്കും, മുല്ലിയാർ വന്ന് ദുആയിരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ, മുല്ലിയാർ എങ്ങനെയടി ദുആയിരിക്കാൻ നീ കൂട്ടിക്കൊണ്ടുവരാം? ഞാൻ പറഞ്ഞു ഞാൻ കൂട്ടിക്കൊണ്ടുവരില്ല. ഉമ്മയും വാപ്പയും അവരവരുടെ ഇത്. ഇവിടെ മൗലൂദ് കഴിച്ചു. മൗലൂദ് എന്താണെന്നുള്ളത് എത്ര പേർക്കറിയാമെന്ന് എനിക്കറിയില്ല. മൗലൂദ് കഴിച്ചിട്ടുണ്ട്, എല്ലാവരും കൂടി നിസ്കരിച്ചിട്ട് ഞാനപ്പോൾ ഒക്കെ മാറി നിന്നത് കേട്ടോ. ഉമ്മ വന്ന് കിട്ടില്ല, പാല് കാച്ചി നിന്ന് ഉമ്മ നിസ്കരിക്കുക കഴിച്ചിട്ട് അവരവരുടെ വിശ്വാസത്തിൽ നിന്നോട്ടെ. എനിക്ക് മതമില്ലാത്തുള്ളൂ. ഞാൻ എൻ്റെ രീതിയിൽ നടക്കും, അപ്പോൾ അവരവരുടെ രീതിയിലോ
കണ്ണനാല വരച്ച് കിട്ടിയ വീടാണെന്ന് പറഞ്ഞിട്ടും നമുക്ക് ഓല ഇത് വിശ്വാസം വിടില്ല. പക്ഷെ കണ്ണനുള്ള വിശ്വാസം കേട്ടോ. ഉമ്മാണെങ്കിലും വാപ്പാണെങ്കിലും നല്ലോണം റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അത് തന്നെ എന്നെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. അപ്പം അതുകൊണ്ട് ഓരോ വിശ്വാസപ്രകാരം ഒന്നും ചെയ്യണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഓരോ വിശ്വാസപ്രകാരം നിന്നോട്ടെ. നമ്മൾ ആരെയൊന്നും അടിച്ചേൽപ്പിക്കാൻ പാടില്ല. ഞാൻ കഴിച്ചോട്ടെ. ഓക്കെ.